ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു പീറ്റർ പാൻ കോളർ ഫ്രോക്ക് നൈറ്റിയാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു നൈറ്റി ബിറ്റ് രണ്ടായിട്ട് മടക്കിയെടുക്കുക. ഉള്ളിലാണ് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കുക. അതുകൊണ്ട് ഉൾവശത്തേക്ക് ആദ്യം രണ്ടായിട്ട് മടക്കിയെടുക്കുക. ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട ശേഷം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 48 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. 1.5 ഇഞ്ചാണ് ഞാനിവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ 49.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ എനിക്കിവിടെ 15 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇതേപോലെ എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ആ ലൈനിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ടായിട്ട് 1/2 ഇഞ്ച് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 44 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് വേസ്റ്റ് ലൈൻ വരുന്ന ഭാഗം 13.5 ഇഞ്ചിലും ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗം 20 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് എനിക്കിവിടെ 12 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസിലെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് വശത്ത് നെക്ക് ലെങ്ത്ത് 4.5യും നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചുമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നെക്കിൽ നിന്നും ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കണം. അപ്പോൾ ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്നതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആ ഒരു മിഡ് പോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നീറ്റായിട്ട് വരച്ചെടുക്കുക. ഇനി ഹിപ്പ് റൗണ്ടിൽ നിന്നും താഴോട്ടേക്ക് ഇതേപോലെ എലൈനായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് മാക്സിമം വിഡ്ത്തിൽ കിട്ടുന്ന രീതിയിൽ ചരിച്ച് വരച്ച് കൊടുക്കുക. അടിഭാഗത്ത് ഓപ്പൺ സൈഡിലായിട്ട് 1.5 ഇഞ്ച് മുകളിലോട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം കേർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡും തൂങ്ങി പോകാണ്ടിരിക്കും. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് ടക്സ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10.5 ഇഞ്ചിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഉൾഭാഗത്തേക്ക് 4 ഇഞ്ച് അതിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടക്സിൻ്റെ ലെങ്ത്ത് ടോട്ടൽ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ അളവുകൾ തന്നെ മറ്റേ വശത്തും മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രണ്ട് പീസിൽ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഫ്രണ്ട് ഭാഗത്ത് ഓപ്പൺ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഓപ്പൺ ഭാഗത്ത് നമ്മൾ 1.25 ഇഞ്ച് വിട്ടിട്ടാണ് ഈ ഒരു ബാക്ക് പീസിൻ്റെ ഫോൾഡഡ് സൈഡ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അളവുകളൊക്കെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്തതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. ഈ ഒരു സൈഡിലായിട്ട് 1.25 ഇഞ്ച് താഴെ വരെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം.
ബാക്ക് പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു വീതി ഫ്രണ്ട് പീസിൽ കിട്ടില്ല. കാരണം നമ്മൾ ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് 1.25 ഇഞ്ച് വിട്ടിട്ടാണ് ബാക്ക് സൈഡിലെ പീസ് വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലെ വീതി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള പീസ് വെച്ചിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വീതി കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാക്ക് പീസിലെ കറക്റ്റ് അളവ് ഫ്രണ്ട് പീസിലും കിട്ടും. ഇനി ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ നമുക്ക് വരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചും വിഡ്ത്ത് 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അത് ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുത്ത ശേഷം ഇതേപോലെ ഒരു കേർവ്ഡ് വി ഷേപ്പാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ പീറ്റർ പാൻ കോളർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നെക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തത്. ഈ ഒരു നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. രണ്ട് സ്ലീവ്സും ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തുണി 4ആയിട്ട് ഇവിടെ മടക്കിയെടുക്കാം. അടിവശത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും സ്ലീവിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി അവിടെ നിന്നും താഴോട്ടേക്ക് ക്യാപ്പ് ഹൈറ്റ് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ സ്ലീവ്സിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാം. സ്ലീവ്സ് റൗണ്ട് അടിവശത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മുകൾ ഭാഗത്ത് ബൈസെപ്സിൻ്റെ അവിടെ കുറച്ച് തുണി കുറവാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ബൈസെപ്സിൻ്റെ അവിടെ തുണി കുറവായതുകൊണ്ട് ഇതേപോലെ 4 പീസ് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കണം. രണ്ട് സ്ലീവിൻ്റെയും രണ്ട് വശത്തായിട്ട് പീസുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 4 പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് സൈഡിലായിട്ട് എക്സ്ട്രാ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്ക് പീസിൻ്റെ അതേ അളവിൽ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പീസ് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഇതേപോലെ എക്സ്ട്രാ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻട്രൽ പോർഷനിൽ 2 പ്രാവശ്യം മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം. രണ്ട് പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ല നമുക്ക് ബട്ടൺ ഹോളും ബട്ടണും വെച്ച് പിടിപ്പിച്ചിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ മുകളിൽ നിന്നും താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ആ താഴെ ഭാഗത്തേക്ക് ഒരു 8 ഇഞ്ച് ലെങ്ത്തിൽ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അതുവരെ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്.
ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഉൾഭാഗത്ത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്തിട്ട് ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചപ്പോൾ വീതി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടാവും നമ്മൾ മുന്നേ മാർക്ക് ചെയ്തെടുത്തത്. എനിക്കിവിടെ 3 ഇഞ്ച് വിട്ടും 6 ഇഞ്ച് ലെങ്ത്തുമാണ് നെക്കിന് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ഒരു കർവ്ഡ് വി ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഫ്രണ്ട് പീസിൽ പീറ്റർ പാൻ കോളറിൻ്റെ മോഡലിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സൈഡ് പീസ് ബാക്കി വന്നത് നെക്കിൻ്റെ അടിവശത്ത് വെച്ച് കൊടുക്കുക. അടിവശത്ത് 2 പീസാണ് ഒരുമിച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇത് വെച്ച് കൊടുത്ത ശേഷം നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ അതേ അളവിൽ ആ ഒരു ബാക്കിലെ പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ എത്രയാണോ നമുക്ക് വീതി വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് കഴിഞ്ഞിട്ട് ഞാനിവിടെ 2.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഈ ഒരു നെക്കിന് ചുറ്റും മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന് കറക്റ്റ് അളവിൽ ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ മെറ്റീരിയൽ തന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ബാക്കി പീസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഏകദേശം കളറിൽ മാച്ചിങ് വരുന്ന ലൈനിങ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അടിവശത്ത് 1 ഇഞ്ച് ഇതേപോലെ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ചരിച്ച് ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ഒരു തുണിയുടെ നല്ല വശത്ത് ലൈനിങ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു സൈഡ് വഴി വൈറ്റ് കളറിലുള്ള ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് പീസും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് വശത്തെ നെക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം രണ്ട് പീസും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നെക്ക് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഈ ഒരു പീസ് രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഒരു വി ഷേപ്പിൽ നമ്മൾ നെക്കിൻ്റെ അതേ അളവിൽ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ആ ഒരു ഷേപ്പിലുള്ള പീസ് മാത്രം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പും കവറായി പോയിക്കോളും. ഈ ഒരു നൈറ്റി മെറ്റീരിയൽ അത്രമാത്രം എക്സ്ട്രാ പീസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ ഒരു നൈറ്റി മെറ്റീരിയലിൻ്റെ തന്നെ ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് നെക്ക് വശത്ത് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാൻ പോകുന്നത്. 1.25 ഇഞ്ച് വീതിയാണ് ഈ ഒരു ക്രോസ് പീസിൽ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള നീളത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു നല്ല വശത്ത് വെച്ചിട്ട് നെക്കിൻ്റെ സൈഡ് വഴി ആ ഒരു ഫൂട്ടറിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഉൾവശത്തേക്ക് 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് നമുക്കിവിടെ പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഇങ്ങനെ തന്നെ ചെയ്ത് അങ്ങനെ മതിയെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു കോർണർ ഭാഗത്ത്, അതായത് സെൻട്രൽ പോർഷനിൽ ഈ ഒരു ലേസ് വെച്ച് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയതല്ല, ഞാൻ അത്രമാത്രം മതിയെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതും കൂടി വെച്ച് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി തോന്നുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ പീസും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ ഭാഗം പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഈ ഒരു പീസ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം സെൻട്രൽ ഭാഗത്ത് വൈറ്റ് കളറിലുള്ള ഷോ ബട്ടൺസ് കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പീസ് റെഡിയാക്കി എടുക്കാം. ബാക്ക് പാർട്ടിൽ നെക്ക് വശത്ത് ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ക്രോസ് പീസ് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഉൾഭാഗത്തേക്ക് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാക്ക് പാർട്ടിൽ ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ഫ്രണ്ട് നെക്കിൻ്റെ സൈഡിനെ കവർ ചെയ്തിട്ട് രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ക്രോസ് പീസ് ഒന്നും കൂടി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് തയ്യൽ തുമ്പ് കവർ ചെയ്തിട്ട് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് റെഡിയാക്കി എടുക്കാം. സ്ലീവ്സിൻ്റെ ബൈസെപ്സിൻ്റെ ഭാഗത്ത് കുറച്ച് തുണി കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലും എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം രണ്ടായിട്ട് മടക്കിയടിക്കാം. സ്ലീവിൻ്റെ അടിഭാഗത്തും ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ അടിവശം രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ ഒരു സ്ലീവ്സിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു അരികു വശത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സ്ലീവ്സും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് സ്ലീവ്സും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു രണ്ട് സൈഡ് വഴി അളവനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ രണ്ട് വള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. സ്ലീവ് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവ് മുതൽ വേസ്റ്റ് റൗണ്ട് എത്തുന്ന ആ ഒരു പോയിന്റിൽ നിർത്തിയിട്ട് അവിടെ നമുക്ക് ഈ ഒരു വള്ളിയും കൂടി വെച്ച് കൊടുത്ത ശേഷം താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിൽ നിന്ന് 13.5 ഇഞ്ച് അല്ലെങ്കിൽ 14 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ഒരു വള്ളി വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് വശത്ത് രണ്ട് സൈഡിലായിട്ട് ടക്സിന് വേണ്ടിയിട്ടുള്ള പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടിവശം രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.